ഹലോ കൂട്ടുകാരെ, ഇന്ന് തിരൂർ മാർക്കറ്റിലാണ്. കോഴിക്കോട് മാർക്കറ്റ് കഴിഞ്ഞാൽ അതായത് മിഠായി തെരുവ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും നല്ല മാർക്കറ്റ് ഈ തിരൂർ ഫ്രൈഡേ മാർക്കറ്റാണ്. വെള്ളിയാഴ്ച മാർക്കറ്റാട്ടത്. വെള്ളിയാഴ്ച ഒരു ജുമ്മക്ക് ശേഷം വന്നാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാധനങ്ങളോട് കാണാൻ കഴിയും. പക്ഷേ നല്ല ശ്രദ്ധിക്കാറുണ്ട്. കാരണം ഇതിൽ പിന്നെ ഞാൻ കാണിച്ചാൽ ഇതിൽ കോട്ടൺ എന്ന് പറഞ്ഞ ഷർട്ടുകളൊക്കെ സ്ഥിതി എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. പിന്നെ ഇതിൽ ഇപ്പോൾ ഷർട്ടുകളാണ് ഇപ്പോൾ ഈ വന്നിട്ടുള്ളത്. ഷർട്ടുകളെ വില വന്നിട്ടുള്ളത് എത്രയെന്ന് വെച്ചാൽ 300 രൂപയാണ് ഷർട്ടിന് വില. അതായത് ഈ കാരണം ഷർട്ടിനൊക്കെ 300ആണ്. റോൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഷർട്ടിനൊക്കെ ഇതിൻ്റെ വില. ഇതിൻ്റെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഇതിൽ പ്യുവർ കോട്ടൺ അല്ലത്. അത് ആദ്യം ശ്രദ്ധിക്കണം. ഇതിൽ മിക്സ് ഉണ്ട്, കോട്ടൺ അല്ല, പിന്നെ പോളിസ്റ്റർ മിക്സാണ്. അപ്പോൾ അത് അവർ തന്നെ പറയുന്നുണ്ട്, അവരെ സമ്മതിക്കുന്നുണ്ട്. അത് ആരും അന്നം മുടക്കാൻ വേണ്ടി പറയില്ല കേട്ടോ. പക്ഷേ ഇത് സംഗതി മനസ്സിലാക്കാൻ വേണ്ടി ഇതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങൾ അറിയണമല്ലോ. അപ്പോൾ അതാണ് 300 രൂപ എന്ന് പറഞ്ഞ ഈ ഷർട്ടിൻ്റെ സ്ഥിതി അതാണ്. എന്നാലും കുഴപ്പമില്ല, മഴക്കാലത്ത് ഇടാൻ പറ്റിയ സാധനമാണ്. കുഴപ്പമൊന്നുമില്ല, വലിയ പ്രശ്നമൊന്നുമില്ലാത്ത സാധനം തന്നെ. അപ്പോൾ ഈ 300 രൂപയ്ക്ക് ഈ ഒരു ഷർട്ട് നമുക്ക് പറ്റും. അങ്ങനെ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ഉപയോഗിക്കാം. ആദ്യം ബ്രാൻഡ് സാധനങ്ങളൊക്കെ പേര് കൊടുത്തിട്ട് പാൻറ്റുകളെ വില. പാൻറ്റുകൾ ഇതിൽ ബ്ലാക്ക് കണ്ട എല്ലാ സാധനങ്ങളുണ്ട്. ബ്ലാക്ക് ജീൻസിനൊക്കെ വില 500, പിന്നെ 400 ഒക്കെയാണ്. 500ആണ് ജീൻസിന് വില വരുന്നത്. അതും നമുക്ക് കടയിൽ കിട്ടുന്ന വിലയല്ല, അത് നല്ല കുറവുണ്ട്. അതും ശരി തന്നെയാണ്. അപ്പോൾ ഈ പാൻറ്റിൻ്റെ വിലക്ക് കിട്ടും, അത് ഓക്കെ. പിന്നെ നല്ല കുഴപ്പമില്ലാത്ത പാൻറ്റൊക്കെ ആയിട്ട് തോന്നിക്കുന്നുണ്ട്. കാരണം നമ്മൾ കടയിൽ വാങ്ങുന്ന സാധനത്തിൻ്റെ പോലെ തന്നെയാണ് ഇതിപ്പോൾ ഇവിടുന്ന് കൊണ്ടുവരാന്നുള്ളത് നമുക്കറിയില്ല. ഇത് കുട്ടികൾക്കുള്ള പാൻറ്റുകളാണ്. ഇത് 150 രൂപക്കൊക്കെ ഇത് കിട്ടുന്നു. കുഴപ്പമില്ല, കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയൊക്കെ തന്നെ ഉണ്ട്. പിന്നെ ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതലൊന്നും അറിയില്ല. പിന്നെ അതുപോലെ ഈ ട്രാക്ക് പാൻറ്റുകൾ 200-250 രൂപക്കൊക്കെ കിട്ടാണ്ട് കിട്ടാം. അതും കുഴപ്പമില്ല. ട്രാക്ക് പാൻറ്റിനെ നമുക്ക് വിശ്വസിക്കാം. കാരണം കടയിലൊക്കെ ഏകദേശം ഇതേപോലെ തന്നെയാണ്, ഈ സാധനം തന്നെയാണ് പൊതുവെ ഓടുന്നത്. അപ്പോൾ ട്രാക്ക് പാൻറ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് പുറത്ത് കിട്ടുന്ന രീതിയിലല്ലല്ലോ ഇത്. നമുക്ക് ഒരു പിന്നെ കളിക്കാനോ പിന്നെ അതുപോലെ ജിമ്മിനോ അങ്ങനെ പോകുമ്പോഴൊക്കെ യൂസ് ചെയ്യുന്ന സാധനമാണല്ലോ. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ഇതുണ്ടല്ലോ ഈ കാർഗോ പാൻറ്റുകൾ, അതൊന്നും കുഴപ്പമില്ല കേട്ടോ. നല്ല 400 രൂപക്കൊക്കെയാണ്. 400 രൂപ കാർഗോ പാൻറ്റ്, നല്ല കോട്ടൺ പാൻറ്റ് തന്നെയാണ്. അതിന് കുഴപ്പം വരാറില്ല. കുറച്ച് പഴയതായിരിക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നോക്കിയിട്ട് എടുക്കുക. അങ്ങനെ ആൾക്കാർക്ക് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും. കാർഗോ പാൻറ്റുകൾ ഇതൊക്കെ ക്വാളിറ്റി. ഇതിന് 100 രൂപയാണുള്ളത്. ഏത് ചെരുപ്പെടുത്താൽ 100 രൂപ. മഴക്കാലത്ത് ഇടാൻ പറ്റില്ലാത്ത മഴക്കാലത്ത് ഇടാൻ പറ്റിയ കുഴപ്പമില്ലാത്ത ചെരുപ്പുകളാണ്. അപ്പോൾ ഇതും നമുക്ക് കുറ്റമൊന്നും പറയാനില്ല. കാരണം ഇത് അത്രേ ഉള്ളൂ ക്വാളിറ്റിയൊക്കെ ആ നിലക്ക് കാണുള്ളൂ. മഴക്കാലത്ത് ഇടാൻ പറ്റിയൊരു സാധനം എന്നുള്ളതായിരിക്കും. നമുക്ക് എന്ത് ചെയ്യാം, വീട്ടിൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ പുറത്ത് ഉപയോഗിക്കാം. പ്ലാസ്റ്റിക് ചെരുപ്പുകളാണ്. 100 രൂപയ്ക്ക് ലാഭം തന്നെയാണ്. പിന്നെ ടീഷർട്ടുകൾ 200-200 ഇപ്പോൾ ഇന്നലെയൊക്കെ ഉണ്ടായതിൻ്റെ വില 200ആണ്. ഈ വില ഇങ്ങനെ മാറുന്നുണ്ട് കേട്ടോ. അതായത് ചില ആഴ്ചകളിൽ 100 ആയിരിക്കും, പിന്നെ ചില 200 ആയിരിക്കും, 150 അങ്ങനെ വില മാറിക്കൊണ്ട്. ഇപ്പോൾ ഇന്നലെയൊക്കെ 200ആണ്. 200 രൂപ പറഞ്ഞാൽ പിന്നെ അത് കുഴപ്പമില്ല. ചില സാധനങ്ങൾ നല്ല സാധനങ്ങളായിരിക്കും എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ വന്നു. പിന്നെ അങ്ങനെ പോയിട്ട് കുറേ ഏരിയകളുണ്ടല്ലോ. അത്യാവശ്യം ഇന്നലെ പൊതുവെ ആളുകൾ കുറവായിരുന്നു. പിന്നെ സാധാരണ നിലയ്ക്ക് വെള്ളിയാഴ്ച നല്ല ജനങ്ങളുണ്ടാകുന്നുണ്ട്. ഇത് ഇന്നലെ കുറവായിരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ ഇത് ഈ എയർ നടക്കുന്ന തലയിണയാണ്. 100 രൂപ പറഞ്ഞിട്ടുള്ളത്. അത് ലാഭം തന്നെയല്ലേ 100 രൂപയ്ക്ക് തലയിണ പറഞ്ഞാൽ. പിന്നെ വീട്ടിൽ പിന്നെ ഈ തോക്കുകളാണ്, കുട്ടികൾക്കുള്ള തോക്കുകളാണ്. ഇത് 100 രൂപയാണ്. പിന്നെ ഈ ചെരുപ്പുകളുണ്ടെങ്കിൽ ഈ ചെരുപ്പുകൾ ലാഭമാട്ടെ. ഇത് ഇയാൾ കൊടുക്കുന്നത് ഇതിൽ ക്വാളിറ്റി ഉള്ളതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായ ബാത്റൂം ടോയ്ലറ്റിലൊക്കെ ഇടാൻ പറ്റിയ ചെരുപ്പുകൾ 100 രൂപയ്ക്ക് 2 കിട്ടുന്നുണ്ട്. അതൊക്കെ ഒരു ലാഭമാണ്. പിന്നെ അങ്ങനെയുള്ള സാധനങ്ങളുണ്ടല്ലോ, നമ്മൾ ലോക്കൽ സാധനങ്ങൾക്കൊക്കെ പറ്റും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വീട്ടിൽ ആവശ്യങ്ങൾ പുറത്ത് കിട്ടുന്ന അല്ലാത്ത അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങൾക്ക് നമുക്ക് യോജിച്ച സാധനങ്ങൾ ഇവിടെ കിട്ടും. ഈ സാധനമാണ് 100 രൂപയ്ക്ക് പറഞ്ഞത്. ഈ 2 ചെരുപ്പുകളാട്ടോ. ഈ നീല അങ്ങനത്തെ കണ്ട ഈ അവായ ചെരുപ്പിൻ്റെ ടോപ്പ് മാതിരിയുള്ള അതൊക്കെ. പിന്നെ അതുപോലെ ക്വാളിറ്റി ഉള്ളതൊക്കെ ഇതിലുണ്ട്. ക്വാളിറ്റി ഉള്ളത് 550 ഒക്കെ. അതും ആ ഷോപ്പിലും അങ്ങനെ നല്ലത് തോന്നുക. കാരണം അത് ചിലപ്പോൾ അങ്ങനെ ക്വാളിറ്റിൻ്റെ വ്യത്യാസം വരും. കുറേ പഴയതിൻ്റെ പേര് തോന്നുന്നുണ്ട്. നമ്മൾ ഉള്ളത് വേണമല്ലോ. പിന്നെ ഇത് തലയാട്ടുന്ന തലങ്ങനെ കാട്ടിക്കൊണ്ടിരിക്കുക. 80 രൂപ 100 രൂപയ്ക്കാണ് പറഞ്ഞിട്ടുള്ളത്. അത് നമുക്ക് ബാർഗെയിൻ ചെയ്താൽ പെട്ടെന്ന് വില കുറയുന്ന ടീമുകളാണ് ഇതിലൊക്കെ ഉള്ളത് കേട്ടോ. നമുക്ക് ചോദിച്ചാൽ കിട്ടും കുറേയൊക്കെ. തലങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇത് ഇലക്ട്രോണിക് സാധനങ്ങൾ പിന്നെ വില പിന്നെ പൊതുവെ സാധാരണയുള്ള വില തന്നെയാണ്. കാരണം എന്താ, ഇത് ഷോപ്പിൽ നിന്ന് സാധനങ്ങൾ ഇറക്കി വെച്ചതാണ്. ഫ്രണ്ടിൽ ഷോപ്പും ബാക്കിൽ ഷോപ്പുണ്ട്. ആ ഷോപ്പിൽ നിന്ന് ഇറക്കി വെച്ച സാധനമാണ്. ഇത് വെള്ളിയാഴ്ച മാർക്കറ്റിൻ്റെ അതിൽ പെടുത്താൻ പറ്റണമല്ല. ചിലതൊക്കെ സാധാ വിലയാണ്. അതിൽ വില കുറവ് എന്ന് പറയാൻ പറഞ്ഞിട്ട് നമുക്ക് കണ്ട് പോകേണ്ട യാതൊരു ആവശ്യമില്ല. ഇത് സാധനങ്ങളൊക്കെ അതേ വില തന്നെയാണ്. പിന്നെ വ്യത്യസ്ത സാധനങ്ങൾ നമുക്ക് കാണാൻ പരിചയപ്പെടാമെന്ന് മാത്രം. ഇതൊക്കെ കൂളറാട്ടോ. അതിങ്ങനെ അതിൽ വെള്ളം നിറച്ചാൽ വെള്ളം ഇങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ട്. കണ്ടങ്ങളൊരു പുക വരുന്ന വരെ അതങ്ങനത്തെ സാധനങ്ങൾ. പിന്നെ ഇതുപോലെ ഇത് മോതിരക്കല്ലാട്ടോ. മോതിരക്കല്ല്, ഫൈറൂസ്, മരതകം അങ്ങനത്തെ ഇതുണ്ടല്ലോ. അങ്ങനത്തെ എല്ലാ പേരുകളും ഉള്ള ഇവിടെ മോതിരക്കല്ല് ഇവിടെ കിട്ടുന്നുണ്ട്. നമുക്ക് അനുയോജ്യമായ മോതിരക്കല്ലൊക്കെ തിരഞ്ഞെടുക്കാൻ വരുന്ന ആൾക്കാർക്ക് തിരഞ്ഞെടുക്കാം. അല്ലെങ്കിൽ അവർ പറഞ്ഞു തരും. അവർ പറഞ്ഞത് എത്രത്തോളം വിശദം ഞാൻ അറിയാനില്ല. അങ്ങനത്തെ സാധനം പഴയ പിന്നെ നാണയങ്ങൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. നാണയങ്ങളൊക്കെ ഇവിടെ നമ്മൾ പഴയ കാലത്തെ നാണയങ്ങൾ, പിന്നെ ഗൾഫിൻ്റെ നാണയങ്ങൾ, അങ്ങനെ നാണയങ്ങളൊക്കെ ആവശ്യമുള്ളവർക്കൊക്കെ വാങ്ങാൻ പറ്റും. അതും പറ്റും. പിന്നെ ഇലക്ട്രോണിക് സാധനങ്ങൾ, മൈക്ക്, പിന്നെ സ്പീക്കർ അങ്ങനത്തെ ഒക്കെ ഉണ്ടല്ലോ. പഴയ സാധനങ്ങളാണ്. ഓൾഡ് സാധനത്തിനെക്കുറിച്ചൊക്കെ അങ്ങനെ നമുക്ക് ക്വാളിറ്റി ഒന്നും പറയാൻ കഴിയില്ല. അതിൻ്റെ പാർട്സുകളൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ ഷോപ്പുകാർക്ക് പറ്റിയ ഈ ടൂൾസ് നന്നാക്കുന്ന ആളുകളുണ്ടല്ലോ, അവർക്കൊക്കെ പറ്റിയ സാധനങ്ങളൊക്കെയാണ് പൊതുവെ ഇതിലൊക്കെ നമ്മൾ നോക്കാനുള്ളത്.
മൊബൈലിൻ്റെ കാര്യങ്ങൾ, അങ്ങനെ പഴയ മൊബൈലുകൾ, അതിൻ്റെ ടൂൾസ്, പിന്നെ വസ്തുക്കൾ ഉപയോഗിക്കാൻ അങ്ങനത്തെ പറ്റിയ സാധനങ്ങൾ അവിടെ ഉള്ളത് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഉപയോഗിക്കാം. ഷോപ്പ് ഒന്നാക്കണവർക്കൊക്കെ, ഷോപ്പിൽ സാധനം ഒന്നാക്കണവർക്കൊക്കെ പറ്റും. ഇതിൽ വേറെ സംഗതി, നമ്മളെ ആണുങ്ങൾക്കുള്ള ഡ്രസ്സിൻ്റെ ഹോൾസെയിൽ മാർക്കറ്റ്, ഹോൾസെയിൽ 2 ഷോപ്പുണ്ട് കേട്ടോ. കോട്ടൺ ഹൗസ് എന്ന ഒരു ഷോപ്പ് ഇതുണ്ട്, പിന്നെ അതിൻ്റെ അപ്പുറത്ത് വേറൊന്നും കൂടി ഉണ്ട്. ഇങ്ങനെ 2 ഷോപ്പാണുള്ളത്. ഇതിൽ നമുക്ക് നല്ല വില കുറവിൽ സാധനം കിട്ടും. ഇത് നമ്മുടെ ഷോപ്പിൽ നിൽക്കുന്ന അതേ ക്വാളിറ്റിയുടെ സാധനം. അത് ഹോൾസെയിൽ മാർക്കറ്റാട്ടോ, ഹോൾസെയിലാണ് 2 ഷോപ്പ് കണ്ടങ്ങൾ. രണ്ടാമത്തെ ന്യൂ കോട്ടൺ ഇത് 2 കടകളാണുള്ളത്. കോട്ടൻ്റെ 2 കടകളാണ്. ഇതിൽ 2 നല്ല സാധനങ്ങളുണ്ട്. പിന്നെ നോക്കൂ, നമ്മളെ പിന്നെ നെക്ക് ബാൻഡ്, ഹെഡ്സെറ്റ് അങ്ങനത്തെ ഒക്കെ കൂട്ടിയിട്ട് വെക്കണം. ഡൽഹിയിലൊക്കെ വെക്കണ പോലെയാണ് വെക്കുന്നത്. 50 രൂപ 100 രൂപയൊക്കെയാണ് വില പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ പിന്നെ കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം 50 രൂപ കിട്ടുകയാണെങ്കിൽ ലോക്കൽ സാധനങ്ങളല്ലേ, അതിനുള്ള ക്വാളിറ്റിയിലുള്ളൂ. പിന്നെ അത് പാൻറ്റുകളാണ്. വീണ്ടും പാൻറ്റിലേക്ക് വന്നിട്ടുള്ളത് കേട്ടോ. ഇത് പാൻറ്റിൻ്റെ വില 400 ഉണ്ട്. 400 രൂപയൊക്കെയാണ് വില വന്നിട്ടുള്ളത്. നല്ല പാൻറ്റുകൾ ചിലതുണ്ട് കേട്ടോ. നല്ല പാൻറ്റുകൾ ഷോപ്പിൽ നിന്ന് വരുന്ന പാൻറ്റുകൾ ഇവിടെ കയറുന്നുണ്ട്. അതും കൂടി മനസ്സിലാണ്. ഷോപ്പിൽ നിന്ന് ചില നേരത്തെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് ഇലക്ട്രോണിക്കിൻ്റെ ചില സാധനങ്ങൾ, ഇതിന് ബാക്കിൽ ഷോപ്പ് ഉണ്ടാവും, അങ്ങനെ ആ നിലക്കാണ് ഇതൊക്കെ വിൽക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കാതെ വാങ്ങിയിട്ട് കാര്യമില്ല. കുറവ് പറയാനിട്ടില്ല. സാധനത്തിൻ്റെ വില നമ്മൾ നോക്കണം. ചില സാധനങ്ങൾക്ക് അതേ സെയിം വില നമ്മൾ ഷോപ്പിലുള്ളത്. അപ്പോൾ അതേ വില തന്നെ ഇവിടെയും കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൽ വ്യത്യാസങ്ങളൊന്നുമില്ല. ട്രാക്ക് സൂട്ട് പിന്നെ നമുക്ക് വാങ്ങാൻ കുറവ് തന്നെയാണ്. ഷോപ്പിൽ അപേക്ഷിച്ച് ട്രാക്ക് സൂട്ടിന് വില കുറവായിരിക്കും. പിന്നെ അതിന് 250, 150, 200 അങ്ങനെ എല്ലാ വിലക്കുള്ള സാധനങ്ങൾ ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് സംശയമൊന്നും വേണ്ട, അത് വാങ്ങാൻ പറ്റിയ സാധനം തന്നെയാണ് ട്രാക്ക് സൂട്ട്. പിന്നെ നമ്മൾ ആ ഷോപ്പ് ഉണ്ടല്ലോ, ന്യൂ കോട്ടൺ കളക്ഷൻ, അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ അതിൽ ഇഷ്ടംപോലെ കളക്ഷൻ ഉണ്ട്. മാത്രമേ എത്ര വില കുറവാറ്. നമ്മൾ സീനത്തുനിന്നൊക്കെ സാധനം എടുക്കുമ്പോഴുള്ള വില അല്ല ഇവിടെ ഉള്ളത്. നമ്മൾ അറിയണം മാർക്കറ്റ് അതൊക്കെ എന്നുള്ളത്. അതൊക്കെ മാർക്കറ്റ് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ മാർക്കറ്റ് നമ്മൾ മനസ്സിലാക്കുന്ന മാർക്കറ്റാണ്. ഇപ്പോൾ എൻ്റെ മുന്നിൽ വന്ന ഒരാൾ അതേ മാർക്കറ്റ് ആദ്യമായിട്ട് കാണും, ഇത്ര വില കുറവുണ്ടോ എന്ന് ചോദിച്ചു. കാരണം ഈ വൈറ്റിന് ഷർട്ടിൻ്റെ ഒക്കെ വില പറഞ്ഞപ്പോൾ മീറ്ററിന് ഇത്ര വില കുറവാണ് അവിടെ. മീറ്ററിൻ്റെ വില ഇത്ര ഉള്ളൂ, നമുക്ക് ആകെ ഷർട്ടിൻ്റെ വില ഇത്ര വരുന്നുള്ളൂ. അപ്പോൾ ആ നിലക്ക് പിന്നെ റെഡിമെയ്ഡ് എടുക്കണമെങ്കിൽ അപ്പം ഇതന്നെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇത് മാങ്ങൻ്റെ വില കുറവും അവിടെ പ്രത്യേകത ഉണ്ട് കേട്ടോ. മാങ്ങക്ക് പോലും വില കുറവാണ്. നമ്മളെ കോട്ടക്കൽ മാർക്കറ്റിനെ അപേക്ഷിച്ച് വില കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നുണ്ട്. അതൊക്കെ അങ്ങനെ വരുന്ന എനിക്ക് മനസ്സിലാണെങ്കിൽ അത്രയ്ക്ക് വില കുറവുണ്ട്. ന്യൂറലൈസേഷൻ നടത്തേണ്ടതായതുകൊണ്ടാണോ എന്നറിയില്ല. പിന്നെ ഇതൊക്കെ ഇന്നലത്തെ മാർക്കറ്റിൻ്റെ പുതിയ വിശേഷങ്ങളൊക്കെ അങ്ങനെയൊക്കെയാണ്. പിന്നെ നോക്കുമ്പോൾ കുടകൾ, എന്താ മഴൻ്റെ സീസണായത് കുടകളൊക്കെ വന്നിട്ടുണ്ട്. കുടകൾ 400 രൂപ. ക്വാളിറ്റി ഉള്ള ഒരു കൊടിയല്ല കേട്ടോ. അത് ക്വാളിറ്റി ഇല്ല എന്നല്ല പറയുന്നത്, കമ്പനി കുടകളല്ല, നമുക്ക് ഉപയോഗിക്കാൻ, സാധാരണക്കാർ ഉപയോഗിക്കാൻ അത് ധാരാളമാണ്. 400 രൂപക്കും കുഴപ്പമില്ലാത്തൊരു കുട തന്നെയാണ്. അവിടെ വിൽക്കുന്നുണ്ട്. കുടകളാണ് നിൽക്കുന്നത്. 400 രൂപ വില പറഞ്ഞിട്ട് 300-400 വരെയൊക്കെയാണ് ആ കുട കിട്ടുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ഒരു കമ്പനി കുടക്കൊക്കെ 600-500 ആവും, 1000-ൻ്റെ അടുത്തൊക്കെ വരും. ഇതാ തലയാട്ടിൽ നാലിക്കുട്ടിയാണ്. തലയാട്ട് നാലിക്കുട്ടി 100 രൂപയാണുള്ളത്. തലങ്ങനെ ഭാഗത്ത് കണ്ടുകൊണ്ട് കാട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ ചെരുപ്പുകൾ നമ്മൾ പറഞ്ഞ ചെരുപ്പുകൾ തന്നെയാണ്, വില കുറഞ്ഞ ചെരുപ്പുകൾ. ചില ഏരിയകൾ, നമ്മൾ ഏരിയകൾ മനസ്സിലാക്കും. ഇത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള ഏരിയ കേട്ടോ. ബാക്ക് സൈഡിലാണ്, നമുക്കവിടെ പോയാൽ തന്നെ മനസ്സിലാവും. ഒരു ഏരിയ, ഈ ഏരിയയിൽ നിന്ന് ആളുകൾ ഇയാൾ പോകില്ല. എല്ലാ വെള്ളിയാഴ്ച ഇയാൾ ഇവിടെ ഉണ്ടാവും. അങ്ങനെ കുറേ പ്രത്യേകത ഉണ്ട്. ആളുകൾ അവിടെ തന്നെയാണ് സ്ഥിരം ഉള്ളത്. ഒരാഴ്ചകളിൽ എല്ലാ ആഴ്ച അവിടെ ഉണ്ടാവും. തുണികളാണ് ഇന്നലെ പ്രത്യേകമായിട്ട് കണ്ടത്. 350 രൂപയ്ക്ക് ഈ തുണികൾ കിട്ടുക ലാഭമാണ്. കോട്ടൺ, പ്യൂർ കോട്ടണാണ്. ഓൾഡ് ആണോ അല്ല എന്ന് വെച്ചാൽ ഓൾഡ് അല്ല എന്ന് എനിക്ക് കണ്ടിട്ട് തോന്നുന്നു. അപ്പോൾ നല്ല സാധനമായിട്ടാണ് തോന്നുന്നു. നല്ല പ്യൂർ കോട്ടണാണ്. 350 രൂപയ്ക്ക് ഇങ്ങനത്തെ തുണി ഷോപ്പിൽ കിട്ടില്ല. ഷോപ്പിൽ എങ്ങനെയാലും 600 രൂപ, 500, 600, 700 ആ നിലക്കാണ് പോകുന്നത്. ഏറ്റവും കുറഞ്ഞതാണ് ഇപ്പോൾ 500-ന് 450, 500 വരുന്നത്. അപ്പോൾ 350 രൂപയ്ക്ക് തരുന്ന തീർച്ചയായിട്ടും ലാഭമാണ്. ഇങ്ങനെ പ്രത്യേകമായ ചില സാധനങ്ങൾ നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. ഇത് മാർക്കറ്റിൽ പഠിക്കണം എന്ന് പറഞ്ഞാൽ അത് മാർക്കറ്റ് പഠിക്കുക എന്നുള്ളതാണ്. മാർക്കറ്റിനെ പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് ആദ്യം നമുക്കൊന്ന് റൗണ്ട് ചെയ്യണം. ഏത് മാർക്കറ്റിലും ആദ്യം റൗണ്ട് ചെയ്തതിന് ശേഷം പിന്നെയാണ് നമ്മൾ പർച്ചേസ് തുടങ്ങുന്നത്. ഇത് അടുത്തത് ബാഗുകളാണ്. ഇപ്പോൾ ലേഡീസ് ബാഗ്, പിന്നെ സ്കൂളിൻ്റെ സീസൺ ആയതാണ് ആ ബാഗുണ്ട്. ലേഡീസ് ബാഗിന് 250, 300. കോയമ്പത്തൂരത്തെ അതേ സീസണിയാണ്. പിന്നെ ബാഗിൻ്റെ ഒക്കെ സ്ഥിതി കുഴപ്പമില്ലാത്ത വില കുറവുണ്ട്. പിന്നെ ചില സാധനങ്ങൾ മനസ്സിലാക്കേണ്ട വിഷയമുണ്ട് കേട്ടോ. ഈ ഫോർമൽ ഷർട്ടിനെ പറ്റി, ഇപ്പോൾ കോട്ടൺ ഷർട്ടുകളുണ്ടല്ലോ, കോട്ടൺ ഷർട്ട് എന്താ നമ്മൾ പറഞ്ഞു. പിന്നെ ഫോർമൽ ഷർട്ടിൻ്റെ വിഷയം പറഞ്ഞു. പോക്കറ്റ്, ഈ പാക്കിങ്ങിൽ വരുന്ന ഷർട്ടാണ് ഫോർമൽ. അതിലുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ അതിൽ പിന്നെ അതിൻ്റെ ഉള്ളിൽ ഇത് കോയമ്പത്തൂരിൻ്റെ അതിൻ്റെ അതേ വിഷയം. കോയമ്പത്തൂരിന് പോയി ഇത് പൊട്ടിച്ച് നോക്കുമ്പോൾ ഇതേ സംഭവം കണ്ടങ്ങൾ. ഇത് പിന്നെ നമ്മൾ പ്രസൻറ്റേഷൻ ഗിഫ്റ്റ് കൊടുക്കുന്ന സാധനങ്ങളുണ്ടല്ലോ, ഗ്ലാസ് സെറ്റ്, അങ്ങനത്തെ സെറ്റുകളാണ്. ജഗ്, ഗ്ലാസ്, അങ്ങനത്തെ സെറ്റ്. ഇതിന് 80-100 രൂപയ്ക്കാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിന് 10 രൂപയായിട്ട് വന്നത്. ഈ ഒരു അരിപ്പക്ക് 10 രൂപയാണ്. പഴയ സാധനമാണെന്നുള്ള കുറിച്ച് നമ്മൾ പറഞ്ഞു. പക്ഷേ എന്നാലും അത് നമുക്ക് ഉപയോഗിച്ചുകൂടെ, എന്തെങ്കിലും ഉപയോഗിക്കാം. അങ്ങനെയൊക്കെ ഓരോ വ്യത്യസ്ത സാധനങ്ങൾ വാങ്ങിയെടുക്കുക എന്നുള്ളതാണ് നമുക്ക് ഇതിൽ ലക്ഷ്യമാക്കേണ്ടത്. പിന്നെ ഈ സാധനങ്ങൾ 50 രൂപയ്ക്ക് നമുക്ക് വീട്ടിലാണ് ഉപയോഗിക്കുക. കുട്ടികൾക്ക് വെള്ളം കൊടുക്കാൻ പറ്റും, അങ്ങനെയൊക്കെ പറ്റും. പിന്നെ ഇത് കണ്ടങ്ങൾ. അപ്പോൾ ഈ ഫോർമൽ ഷർട്ട്, അതിനെപ്പറ്റി ഞാൻ പറഞ്ഞത്. ഫോർമൽ ഷർട്ടിൻ്റെ വിഷയം അതിൻ്റെ ഉള്ളിൽ നമ്മൾ ആ പാക്കിങ്ങിലാണ് അത് കാണുന്നത്. ഈ പാക്ക് നിർത്തി നോക്കിയാൽ കോയമ്പത്തൂരിൽ നിന്നുള്ള വിഷയമാണ്. ഈ ഇതുണ്ടല്ലോ, ഇപ്പോൾ സ്ത്രീകളെ മുടിമേലിടുന്ന സാധനങ്ങൾക്ക് 50 രൂപയായിട്ട്.
പിന്നെ അരിപ്പൻ്റെ സംഗതി കണ്ടില്ല, അരിപ്പ് വാങ്ങിയതാണ്. പിന്നെ അതിൻ്റെ അടുക്കേണ്ട ഒരു കൗതുകരമായ കാഴ്ചയാണ് 20 രൂപേൻ്റെ ബൾബുകൾ. ഈ പിന്നെ LED ബൾബുകളാണ്. അതായത് നമ്മൾ സീലിങ്ങുകളൊക്കെ കൊടുക്കാൻ പറ്റിയ കണക്ടറുള്ള നല്ല ചോക്കില്ലാത്ത ഐറ്റം. ഇതാ 20 രൂപ, നല്ലത് ലാഭട്ടാ 20 രൂപക്ക്. ഈ സാധനം കുറേ ഉണ്ട്. ഈ സെറ്റ് ഗിഫ്റ്റ് സെറ്റ് കുറേ സാധനമുണ്ട്. 80 രൂപക്ക് ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, വീട്ടിലൊക്കെ ഉപയോഗിക്കണമെങ്കിൽ പറ്റുന്നില്ല, വേറെ കൊടുക്കാൻ പറ്റില്ല. ഓൾഡ് സ്റ്റോക്കാണെന്നുള്ളത് 100% ഉറപ്പാണ്. അരിപ്പകളും ഈ സാധനം കുറേ ഉണ്ട്. അരിപ്പ 10 രൂപേൻ്റെ അരിപ്പ, അങ്ങനെ സാധനങ്ങളുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ അടുക്കാണ് നമ്മൾ ഈ സാധനം, ഇതാണ് ഫോർമൽ ഷർട്ട് എന്ന് പറഞ്ഞ സാധനം. ഈ പാക്കിങ്ങിൽ വരുന്ന ഷർട്ടുകൾ ഇത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റിയ സാധനമല്ല. കോയമ്പത്തൂർ നിന്ന് കുറേ ചെക്ക് ചെയ്ത വിഷയമാണ് ഇത്. കാരണം ഉള്ളിൽ നോക്കുമ്പോൾ എന്തെങ്കിലും ഡാമേജ് ഉണ്ടാവും. അങ്ങനെ അതിൻ്റെ പ്രത്യേകത ഇത് മനസ്സിലാക്കി നോക്കിയതിൻ്റെ ശേഷം മാത്രം ഇത് തുറന്ന് നോക്കാതെ ഒരിക്കലും വാങ്ങരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ തിരൂർ മാർക്കറ്റിൽ തിരക്ക് കുറവായിരുന്നു എന്ന് കടക്കാർ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇന്നലെ പൊതുവെ ഒഴിഞ്ഞ് കിടക്കുന്നുണ്ട്, റോഡൊക്കെ നിങ്ങൾ ഒഴിഞ്ഞ് കിടക്കുന്ന കാണുന്നത്. ഇതിപ്പോൾ ഇത് സീസൺ ആവുമ്പോൾ ഏകദേശം ഇനിയിപ്പോൾ ഒന്നുകിൽ പിന്നെ പെരുന്നാൾ സമയം വരണം, എന്നാലും അതിൻ്റെ ഒരു സീസൺ കിട്ടുള്ളൂ. പെരുന്നാളൊക്കെ നമ്മളെ ഫുള്ള് സാധനങ്ങൾ പോകും, വിലയും അത്രയും കുറയും, ജനങ്ങളാണ്ട് കൂടും, അങ്ങനെയാണ് അവിടെ ഉണ്ടാവില്ല. അപ്പോൾ മാർക്കറ്റിൽ ഇന്നലെ കുറച്ചൊരു കുട്ടികൾക്കുള്ള ഡ്രസ്സ്, പാൻറ്റ്, പിന്നെ ഷർട്ട് ഒരു സെറ്റിന് 150 രൂപ ലാഭമാണ്. നല്ല സാധനമാണ്. കുഴപ്പമില്ല സാധനങ്ങൾ, അങ്ങനെ വ്യത്യസ്ത സാധനങ്ങൾ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. മാർക്കറ്റിനെ പഠിക്കാതെ ഒരിക്കലും വാങ്ങരുത്. ഇവിടുന്ന് വാങ്ങിയ വില ലേക്കാർ അവിടെ പോകുമ്പോൾ. അപ്പോൾ രണ്ടും ഒരേ സാധനത്തിന് വില കുറവും കൂടുതലുണ്ട്. ഇതിന് 300 രൂപ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബാഗുകൾക്ക് വില 150, 300, 200, 500 ഒക്കെ ഉണ്ട്. നല്ല സാധനങ്ങൾ, ക്വാളിറ്റി സാധനങ്ങളൊക്കെ ഉണ്ട്. സ്കൂളിൻ്റെ സീസൺ ആയതുകൊണ്ട് ബാഗിൻ്റെ ഒരു സമയമായല്ലോ, അപ്പോൾ അതിൻ്റെ ഇതും കൂടി കൂട്ടിയിട്ടാണ് ഇതിൽ വന്നിട്ടുള്ളത്. പാൻറ്റുകൾ നമ്മൾ പറഞ്ഞ സംഭവം തന്നെ വീണ്ടും പറയണം. 500 രൂപേൻ്റെ പാൻറ്റാണ്. പിന്നെ 400 രൂപക്ക് കാർഗോ പാൻറ്റ് ഉണ്ട്. കാർഗോ പോക്കറ്റൊക്കെ ഉള്ള, സൈഡിലും ബാക്കിലൊക്കെ പോക്കറ്റുള്ള അങ്ങനത്തെ പാൻറ്റുകൾ കാർഗോ 400 രൂപക്ക് ഉണ്ട്. ഇതാ സെറ്റായിട്ട് കുട്ടികൾക്ക് 150 രൂപേൻ്റെ സെറ്റാണ്. ഇത് ചിലതൊക്കെ ലാഭങ്ങളുണ്ട് എന്നുള്ളത് അറിയിക്കട്ടെ. ലാഭമുള്ള ചിലത് വിഷയങ്ങളുണ്ട്. നോക്കി മാർക്കറ്റ് പഠിച്ചതിന് ശേഷം മാത്രം ഉപയോഗിക്കുക, വാങ്ങുക. പൈസ കളയാതെ നിൽക്കരുത്, അത് ശ്രദ്ധിക്കണം. പിന്നെ ഒരു ചങ്ങായി ഒരാൾക്കാർ അതിൻ്റെ ഇടയിൽ കൂടി ഒരു വയസ്സങ്കാക്കി ഇരിക്കുന്നുണ്ട്. ഒരു പഴയ പൈസയാണ് വിൽക്കുന്നുണ്ട്. പഴയ പൈസക്കും ആളുകളുണ്ടല്ലോ, പഴയ നാണയങ്ങൾ സാധനങ്ങളൊക്കെ വിട്ടുകൊണ്ട്. ഇത് 150 രൂപേൻ്റെ സാധനങ്ങളുടെ സെറ്റ്. പിന്നെ ഉള്ളോട്ട് അങ്ങനെ കയറിപ്പോയാൽ നമ്മൾ പറഞ്ഞ ആ കോട്ടൻ്റെ ഷർട്ടിങ്ങിൻ്റെ സ്ഥലം ഉണ്ടല്ലോ, ആണുങ്ങൾക്കുള്ള പുരുഷന്മാർക്കുള്ള ഷർട്ടിങ്ങിൻ്റെ ഷർട്ട് പീസ്, അതിൻ്റെ സ്ഥലമാണ്. അത് നമുക്കൊക്കെ ഒരു ചോയ്സ് ആട്ടോ. ആർക്കും ചില ആളുകൾക്ക് മനസ്സിലായിപ്പോഴും അറിയാത്തതുണ്ട്. പിന്നെ കോട്ടൺ ഹൗസ്, ഇവിടെ കയറി അവിടെ നിന്ന് വെള്ളക്കുപ്പായത്തിൻ്റെ ഷർട്ടിൻ്റെ വില വെറും 200-300 രൂപ ഉള്ളൂ. വളരെ കുറഞ്ഞ വിലക്ക്. ഇത് നമുക്ക് ലിനന് വരെ നല്ല ക്വാളിറ്റി ലിനൻ തന്നെ നമുക്ക് ഇവിടെ നിന്ന് കുറഞ്ഞ വിലക്ക് കിട്ടും. നമ്മുടെ ഷോപ്പിൽ കിട്ടാത്ത വിലക്ക്, ബാക്കിയുള്ള കടയിൽ കിട്ടാത്ത വിലക്ക്. ഹോൾസെയിൽ മാർക്കറ്റാണുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നല്ല ഓപ്ഷനാണിത്. ഇത് നിങ്ങൾക്കൊക്കെ പിന്നെ റെക്കമെൻഡ് ചെയ്യാണ് ഞാൻ. കാരണം ഇവിടെ ഷർട്ട് അടിക്കണമല്ലോ, റെഡിമെയ്ഡ് അല്ലാതെ ഷർട്ട് എടുക്കണവർക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയ 2 കടകളാണ്. ഹോൾസെയിലിൻ്റെ കോട്ടൻ്റെ 2 മാർക്കറ്റാണ് ഈ കാണുന്നത്. അപ്പോൾ അതിൻ്റെ പേര് ആദ്യം പറഞ്ഞിട്ടുണ്ട്, കോട്ടൺ ഹൗസ് എന്നുള്ളതും. പിന്നെ ഒരു പേര് അതിൻ്റെ അടുത്തുള്ള പേരും കൂടി പറഞ്ഞിട്ടുണ്ട്. വീണ്ടും തിരിച്ചു വരികയാണ്. ഞങ്ങളിങ്ങനെ തിരിച്ചു വന്നു. ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇന്നത്തെ തിരൂർ മാർക്കറ്റ് വിഷയം.